Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ ഇന്നലെ US മാർക്കറ്റിലോട്ട് നോക്കുമ്പോൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വാർത്തയായിട്ടുണ്ടായിരുന്നത് കനേഡിയൻ സ്റ്റീൽ അതിലൊക്കെ ഒരു 50% ടാരിഫ് എന്നുള്ളൊരു വാർത്തയൊക്കെ വന്നത് തുടർന്ന് തന്നെ മാർക്കറ്റ് ഒരു വളരെ വലിയൊരു വൊളറ്റാലിറ്റി നേരിട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഈ ഒരു അമേരിക്കൻ മാർക്കറ്റിലോട്ട് നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ക്ലോസിംഗ് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നാസ്ഡാക്കിൽ ഒരു 0.28% ഒരു നേരിയ ഇടിവിലാണ് ക്ലോസിംഗ് ഉണ്ടായത്. S&P 500 0.7% ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഡൗ ജോൺസ് ഏകദേശം 1% മുകളിലേക്കുള്ള ഒരു ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. US വിപണിയിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, അമേരിക്കൻ വിപണിയിൽ ഓൾറെഡി ട്രെൻഡ് വളരെ ബെയറിഷ് ആയിരുന്നു. ആൻഡ് ഇന്നലെ വീണ്ടും നമുക്ക് കനത്ത സെല്ലിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. എങ്കിലും ചില ടെക്നോളജി സ്റ്റോക്സിലൊക്കെ നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചു. അത് ഒരിക്കലും ഒരു ബൈങ് അവസരമായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 42,400 ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 20,400 പോയിന്റും ആയിരിക്കും. സാർ, ഇനി നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ടൊന്ന് വരാം. കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രെന്റ് ഓയിൽ ഒരു 0.58% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ക്രൂഡ് ഓയിൽ നോക്കുമ്പോൾ 0.6% ഒരു നേട്ടവുമാണ് കാണാൻ സാധിക്കുന്നത്. ക്രൂഡ് സാറിന്റെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമുക്ക് ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇന്നലത്തെ വ്യാപാരം നോക്കുമ്പോഴേക്കും നമുക്ക് ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഒരു നേരിയ ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു ഷോർട്ട് കവറിംഗ് ഇന്നും തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ $68 അതിനുശേഷം $69 ആയിരിക്കും. സാർ, നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിൽ ഒരു 0.07% ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ഇപ്പോഴൊരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് ഇപ്പോൾ കാണുന്നത് 2,917 എന്നുള്ളൊരു രീതിയിലാണ്. ഗോൾഡിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്വർണത്തിന്റെ കേസിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് എങ്കിലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $2,850 അമേരിക്കൻ ഡോളർ ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ നിഫ്റ്റി 50 ഒരു ഫ്ലാറ്റായൊരു നോട്ടിലാണ് ഒരു ട്രേഡിംഗ് തുടങ്ങിയെങ്കിൽ തന്നെയും ആ ഒരു ക്ലോസ് ചെയ്ത സമയത്ത് ഏകദേശം ഒരു 37 പോയിന്റിൻ്റെ ഒരു നേരിയ നേട്ടമെങ്കിലും രേഖപ്പെടുത്താൻ മാർക്കറ്റിന് സാധിച്ചിരുന്നു. 22,497 എന്നൊരു ലെവലിലാണ് ഇന്നലത്തെ നിഫ്റ്റി 50യിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായത്. നിഫ്റ്റി 50യിൽ സാർ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നുണ്ടെങ്കിലും ഒരു ട്രെൻഡ് റിവേഴ്സൽ, അതായത് ഒരു ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് റിവേഴ്സലിന് എനിക്ക് നല്ലൊരു സാധ്യത ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ 22,750, 22,850, 23,100 ഈ 3 റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ ഒരു ബുള്ളിഷ്നെസ്സിന് വരാൻ പ്രധാന കാരണം ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും എനിക്ക് 3-4 ഹെവി വെയ്റ്റ്സിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. അതിൽ എടുത്തു പറയാനുള്ളത് റിലയൻസ് ഇൻഡസ്ട്രി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, മെറ്റൽ സ്റ്റോക്സ് ആയിട്ടുള്ള ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ മുതലായ നിരവധി സ്റ്റോക്സിൽ എനിക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. സോ ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരും 3 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻ ദ ഷോർട്ട് ടേം നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. സാർ, നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ വരുമ്പോൾ കാണാൻ സാധിച്ചത് 362 പോയിന്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുന്ന ഒരു ബാങ്ക് നിഫ്റ്റിയാണ് കാണാൻ സാധിച്ചത്. 47,853 എന്നൊരു ലെവലിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായത്. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ഇന്നലെ കാണാൻ സാധിച്ചത് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഫാളുമായിരുന്നു. 27% ഒരു വലിയൊരു കൂപ്പുകുത്തലാണ് ഇന്നലെ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ കാണാൻ സാധിച്ചത്. സാറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ബാങ്ക് നിഫ്റ്റിയിൽ സാറിന്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ, ഒപ്പം ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഇന്നലത്തെ ആ ഒരു ഇടിവിനെ പറ്റിയും കൂടി ഒന്ന് പറയാമോ? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് 47,600 പോയിന്റിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നുണ്ട്. ട്രെൻഡ് റിവേഴ്സൽ നിഫ്റ്റി ബാങ്കിൽ നടക്കണമെങ്കിൽ 49,200 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഇൻഡസ്ഇൻഡ് ബാങ്കിലോട്ട് വരുന്നതിന് മുൻപ് ഞാൻ മറ്റ് ഹെവി വെയ്റ്റ്സിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 745, 750.
ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള വളരെ മേജർ റെസിസ്റ്റൻസ് 790 രൂപയിലാണ് കാണുന്നത്. ആക്സിസ് ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് ആക്സിസ് ബാങ്കിന്റെ മേജർ ട്രിഗർ എനിക്ക് കാണാൻ സാധിക്കുന്ന 1060 രൂപയിൽ. ആ ഒരു ട്രിഗർ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അവിടെ നിന്നും അടുത്ത മേജർ റെസിസ്റ്റൻസ് 1100, 1120. കോട്ടക് ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 1960 രൂപയും. അവസാനമായിട്ട് HDFC ബാങ്കിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 1750 രൂപയിൽ. നൗ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ഇന്നലെ വലിയൊരു ഗ്യാപ് ഡൗണോട് കൂടെയായിരുന്നു ഇൻഡസ്ഇൻഡ് ബാങ്ക് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം തുടർച്ചയായിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കാണാൻ സാധിച്ചത്. സോ അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു ചാർട്ട് പാറ്റേണിനേക്കാൾ നമ്മളെയൊക്കെ ഒത്തിരി കൺസേൺ ചെയ്യുന്നത് ഇന്നലെ ഒരു അനൗൺസ്മെന്റ് ബാങ്കിന്റെ ഭാഗത്തിൽ നിന്നും വന്നിരുന്നു. അതായത് വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നും അതിനെ തുടർന്ന് അവരുടെ ഫൈനാൻഷ്യൽ റിസൾട്ട്സിൽ ഒത്തിരി മാറ്റങ്ങൾ വരുമെന്നൊക്കെയായിരുന്നു ആ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മളൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ട് വേണമെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ പൊസിഷൻ വൈൻഡപ്പ് ചെയ്യാനും ശ്രമിക്കണം. സാർ, ഇനി ചോദിക്കാനുള്ളത് ഒരു സെക്ടറിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പല സെക്ടറുകളും നമ്മൾ വിശകലനം ചെയ്തിരുന്നു. ഇന്ന് എനിക്കൊരു ചോദ്യമായിട്ട് ചോദിക്കാനുള്ളത് നിഫ്റ്റി റിയൽറ്റി സെക്ടറിനെ കുറിച്ചാണ്. ഇന്നലത്തെ ഒരു മാർക്കറ്റിലെ പ്രകടനം നോക്കുമ്പോൾ ഒരു മികച്ച രീതിയിലുള്ള പ്രകടനം ഈ ഒരു സൂചികയ്ക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. റിയൽറ്റി നോക്കുമ്പോൾ ഏകദേശം 3.6% ഒരു നേട്ടമാണ് ഇന്നലെ മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഈ ഒരു സൂചികയിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് 780 പോയിന്റിൽ ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇന്നലത്തെ ആ ക്ലോസിംഗിന്റെ അടിസ്ഥാനത്തിൽ എളുപ്പത്തിന് ആ ഒരു സപ്പോർട്ട് ഇനി ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 850 പോയിന്റിന്റെ റെസിസ്റ്റൻസ് റിയാലിറ്റി ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യണം. റിയാലിറ്റി മേഖലയിലെ മേജർ റിയാലിറ്റി സ്റ്റോക്സ് നോക്കുമ്പോഴേക്ക് എന്റെ ശ്രദ്ധ ഏറ്റവും അധികം വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് ഗോദ്രേജ് പ്രോപ്പർട്ടി. ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നുണ്ടെങ്കിൽ 1880 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 2200 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നത് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് താമസിക്കാതെ ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ്. DLFന്റെ കേസ് എടുക്കുമ്പോഴേക്കും മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 723 രൂപയിൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഓബ്രോയ് റിയാലിറ്റിയുടെ കേസ് എടുക്കുമ്പോഴേക്കും എല്ലാ ട്രെൻഡുകളും വീണ്ടും ബെയറിഷായി തുടരുന്നു. ഓബ്രോയ് റിയാലിറ്റിക്ക് 2 മേജർ റെസിസ്റ്റൻസ് ഉള്ള ആദ്യത്തെ 1750, അതിനെ തുടർന്ന് 1890. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. സാർ, മറ്റൊരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഫോക്കസിലുള്ള ഒരു സ്റ്റോക്ക് ഗോദ്രേജ് ആഗ്രോവെറ്റ് ആണ്. ഏതായാലും കമ്പനിയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ 1.25% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് കാണുന്നത് 736 എന്നുള്ളതാണ്. കമ്പനിയെ സംബന്ധിച്ചൊരു ന്യൂസും ഇന്ന് ലഭ്യമാണ്. പുതിയൊരു ഏറ്റെടുപ്പിന് ഒരുങ്ങി കമ്പനി എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസാണ് ലഭ്യമായിരിക്കുന്നത്. ക്രീം ലൈൻ ഡയറി പ്രൊഡക്ട്സിൻ്റെ ഏകദേശം 48.06% ഓഹരികളാണ് ഗോദ്രേജ് ആഗ്രോവെറ്റ് ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. ഏകദേശം 930 കോടി രൂപയുടെ ഒരു ഓഹരിയാണ് ഇത്തരത്തിൽ കമ്പനി വാങ്ങാനൊരു തീരുമാനമായിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിന്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ഗോദ്രേജ് ആഗ്രോവെറ്റ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന് ശേഷം നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് ഏരിയ 670, വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 800 രൂപയിലോ കാണുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സാർ, മറ്റൊരു സ്റ്റോക്ക് ന്യൂസായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് IT കമ്പനിയായ TCSന്റെ ഒരു ന്യൂസാണ്. ക്ഷമിക്കണം, സ്റ്റോക്കിനെ പറ്റിയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. TCSന്റെ ഭാഗത്തുനിന്നും പുതിയൊരു ഏറ്റെടുക്കൽ തീരുമാനമായി എന്നുള്ളൊരു ന്യൂസ് ഇപ്പോൾ ലഭ്യമാണ്. ദർശിത സദേൺ ഇന്ത്യ ഹാപ്പി ഹോംസൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, അതിൻ്റെ ഓഹരികളാണ് കമ്പനി ഇപ്പോൾ ഏറ്റെടുക്കാൻ തീരുമാനമായിരിക്കുന്നത്. TCSൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? TCSന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നത് TCSന്റെ കേസിൽ താമസിക്കാതെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കുമെന്ന്. നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന 2-3 മേജർ റെസിസ്റ്റൻസ്. ആദ്യത്തെ 3680,
അതിനുശേഷം 3800, അതിനുശേഷം 3900. സാർ അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് HEG ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ പറ്റിയാണ്. കമ്പനിയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ 3% ഒരു നേട്ടമാണ് മാർക്കറ്റിൽ ഇന്നലെ കാഴ്ചവെച്ചത്. നിലവിലൊരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണുന്നത് 399 രൂപയാണ്. ഈ HEG ലിമിറ്റഡിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? See, HEG Limited is a small cap stock. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 460 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. സാർ മറ്റൊരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് ആസ്റ്ററിനെ പറ്റിയാണ്. ഈ ഒരു ആസ്റ്ററിൻ്റെ സ്റ്റോക്കിനെ പറ്റി സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? നമുക്ക് കമ്പനിയുടെ ഒരു ആസ്റ്റർ DMൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 434 രൂപയാണ്. നിലവിൽ ഇന്നലെ ഒരു 2.6% ഒരു നേട്ടവും ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ആസ്റ്ററിന്റെ കേസിലും നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ സ്റ്റോക്കിലെ ഷോർട്ട് കവറിംഗ് നടന്നിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ കൈവച്ച് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 380, മേജർ റെസിസ്റ്റൻസ് 465. 465ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണുന്നുണ്ട്. സാർ മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് പ്രീകോളിനെ പറ്റിയാണ്. കമ്പനിയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ പ്രീകോൾ ഇന്നലെ 1.3% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് കാണുന്നത് 423 എന്നുള്ള ഒരു പ്രൈസാണ്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? പ്രീകോളിന്റെ കേസിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. ആൻഡ് ഇതിൽ കാര്യമായിട്ടൊരു വോള്യം അല്ലെങ്കിൽ ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. കമ്പനിക്ക് നല്ലൊരു ഹിസ്റ്ററി ഉണ്ട്, 10, 25, 30 വർഷത്തെ പാരമ്പര്യമുണ്ട്. സോ ഫണ്ടമെന്റലി എനിക്ക് തോന്നുന്നില്ല ഈ കമ്പനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. എങ്കിലും ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക. നമുക്ക് അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. എന്തെന്നാൽ ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 500 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഉജ്ജീവൻ സ്മാൾ ഫൈനാൻസ് ബാങ്കാണ്. ഏതാണ്ട് സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ ഒരു 0.4% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. നിലവിലൊരു ട്രേഡിംഗ് പ്രൈസ് ലാസ്റ്റ് കാണുന്നത് 35 രൂപയാണ്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും ഈ സ്റ്റോക്കിന് 30 രൂപയിൽ വളരെ മികച്ചൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ ആദ്യം 36, അതിനുശേഷം 39 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. 39ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സാർ മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. നിലവിൽ ഈ ഒരു സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഇന്നലെ ഏകദേശം 1.7% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഏകദേശം ഒരു ട്രേഡിംഗ് ലാസ്റ്റ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണുന്നത് 55.36 എന്നുള്ളതാണ്. IDFC ഫസ്റ്റ് ബാങ്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. സാർ മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് HDFC ലൈഫിനെ പറ്റിയാണ്. HDFC ലൈഫിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് HDFC ലൈഫിൻ്റെ ഡേറ്റ ഇപ്പോൾ ലഭ്യമല്ല. ഈ ഒരു സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഇൻഷുറൻസ് സെക്ടറിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ്. ഈ HDFC ലൈഫിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? HDFC ലൈഫിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 2 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കില് ജനുവരി മാസത്തിലെ ഒത്തിരി വോളറ്റിലിറ്റി നമ്മൾ കണ്ടിരുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്കും HDFC ലൈഫ് താമസിക്കാതെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് നൽകുമെന്നാണ്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 580ന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കാം. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കണമെങ്കിൽ നമുക്ക് 662 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. സാർ മറ്റൊരു സ്റ്റോക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെ പറ്റിയാണ്. 2.1% ഒരു ഇടിവാണ് ഇന്നലെ മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്കിന് നേടാൻ സാധിച്ചത്. എന്നാൽ ഒരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് 2645 നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി M&Mന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് അറ്റ് ദ മൊമെന്റ് ഇതിൽ ഒരു ലോ റിസ്ക് ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്.
സാർ, മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് IREDA ആണ്. ഈ ഒരു സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് IREDയുടെ ഒരു ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ 1.3% ഒരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത് 141 രൂപയാണ്. IREDയിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി IREDയുടെ കേസിൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ അറ്റ് ദ മൊമെന്റ് ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സോ ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 138 രൂപ. ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 1185 അതിനുശേഷം 222 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. ഞാൻ വിഷ്ണുവിലോട്ട് തിരിച്ചു വരുന്നതിന് മുൻപ് എനിക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ് ഇസ് ദ ഡിഫൻസ് ഇൻഡെക്സ്. നിഫ്റ്റി ഡിഫൻസ് ഇൻഡെക്സിൽ നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒരു കൺസോളിഡേഷനും ഒരു അല്പം ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഡിഫൻസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഇരിക്കാവുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 5790 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കും. ഡിഫൻസ് മേഖലയിൽ എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ്. ഇന്നലെയും ഈ ഒരു സ്റ്റോക്കിലെ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ഇതിന്റെ ഏറ്റവും മുഖ്യമായിട്ടൊരു റെസിസ്റ്റൻസ് 295 രൂപയിലാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എടുക്കുമ്പോഴേക്കും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ മേജർ റെസിസ്റ്റൻസ് 3750, അതിനുശേഷമുള്ള നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 4250, അതിനുശേഷം 4450. നമ്മൾ ഇന്നലെ ഇതേ ഫോറത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 1400, 1560, അതിനുശേഷം 1760. മാസഗോൺ ഡോക്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 2400, 2650. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഭാരത് ഡൈനാമിക്സിന്റെ കേസിൽ 1190, 1270 ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. സാർ, നമുക്ക് ഇനിയൊരു ചോദ്യമായിട്ടുള്ളത് യെസ് ബാങ്കിനെ പറ്റിയാണ്. യെസ് ബാങ്ക് നോക്കുമ്പോൾ ഇന്നലെ ഒരു 0.91% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഏകദേശം 16 രൂപയാണ് ഒരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു വീക്കിൽ നോക്കുമ്പോൾ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിയ ഒരു മാർക്കറ്റ് ആണെങ്കിൽ കൂടിയും ഇന്നത്തെ ഈ ഒരു വീക്ക് നോക്കുമ്പോഴും ഒരു ഇടിവിലോട്ടാണ് ഈ ഒരു സ്റ്റോക്കിന്റെ ഈ ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു 3% ഇടിവും ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെസ് ബാങ്കിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി യെസ് ബാങ്കിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിലെ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. സാർ, മറ്റൊരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് ഗ്രേവ്സ് കോട്ടൺ ആണ്. 0.6% ഒരു നേട്ടം ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് വരുന്നത് 223 എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റോക്കിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാവോ? ഗ്രേവ്സ് കോട്ടൺ. ഗ്രീവ്സ് കോട്ടന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ 218 രൂപയിലെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ സപ്പോർട്ട് 195 രൂപയിലായിരിക്കും. ഈ രണ്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ലോങ് പൊസിഷൻ വെച്ചുകൊണ്ട്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് ജെൻസോൾ എഞ്ചിനീയറിംഗ് ആണ്. ഇന്നലത്തെ ഒരു മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് 4.9% വലിയ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 290 രൂപയാണ് ഒരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് കാണുന്നത്. ലാസ്റ്റ് ഒരു വീക്കിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു ഫോള് രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ലോങ് ടൈം വ്യൂ എന്താണ് സാറിന്റെ? ജെൻസോൾ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ കനത്ത സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടേം ഷോർട്ട് ടേം എല്ലാ ട്രെൻഡുകളും ബെയറിഷാണ്. നമുക്ക് ഇതിന്റെ ഒരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുമില്ല. സോ ഈ ഒരു സ്റ്റോക്ക് ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഇതൊരു പുതിയ ഓൾ ടൈം ലോ ലെവലിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി സ്റ്റോക്കിലെ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യുക.
സാർ മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് അബാർ ഇൻഡസ്ട്രീസ് ആണ്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഒരു 3% ഒരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. നിലവിൽ 5496 ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് അബാർ ഇൻഡസ്ട്രീസിൻ്റെ കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് മന്ത് നോക്കുമ്പോഴും നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ 22%ൻ്റെയൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ലോങ് വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ആഭാർ ഇൻഡസ്ട്രീസിന്റെ കേസിൽ നമുക്ക് ബെയറിഷ്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ആഭാർ ഇൻഡസ്ട്രീസിന്റെ കേസിൽ മേജർ സപ്പോർട്ടായിട്ട് കാണുന്നത് 5250 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. സാർ മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ജ്യോതി CNC ഓട്ടോമേഷൻ ആണ്. കമ്പനിയെ പറ്റി നോക്കുമ്പോൾ ഒരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് 2.65% ഒരു ഇടിവാണ് ഒരു ഇടിവാണ് ഇതിൻ്റെ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയത്. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് വരുന്നത് 957 എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ജ്യോതി CNCയുടെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നമുക്കൊരു ഷോർട്ട് കവറിങ്ങും അതിനെ തുടർന്ന് നേരിയ ഒരു ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 800 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. അത് കൺഫർമേഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ 1050, ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1170 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു വലിയ മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. സർ മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് NTPC ആണ്. NTPC നോക്കുമ്പോൾ ഇന്നലെ ഒരു 0.27% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 330 ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് കാണുന്നത്. ലാസ്റ്റ് ഒരു ട്രേഡിംഗ് വീക്ക് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസിൽ ഒരു 5% ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? NTPCയുടെ കേസിൽ നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 300 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. തീർച്ചയായിട്ടും 342 രൂപയായിരിക്കും ആദ്യത്തെ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 380 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യും. സാർ അവസാനമായി ഇനി ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് SRF ആണ്. ഇന്നലെ 0.58% ഒരു നേരിയ ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. നിലവിൽ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് 2921 എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ഒരു വീക്ക് നോക്കുമ്പോൾ 5% ഒരു നേട്ടമാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. SRFൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? SRFിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. 2970 രൂപ ആ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ്സ് ഉണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ദ ഓൾ ടൈം ഹൈ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 2800 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ലോങ് പൊസിഷൻസ് പുതിയതൊന്ന് അഡ്വൈസ് ചെയ്യുന്നുമില്ല. നന്ദി സാർ, ഇത്രയും വിവരങ്ങൾ മാർക്കറ്റ് പ്ലസിൻ്റെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി മാർക്കറ്റ് സ്ക്രീനറിൽ വീണ്ടും കാണാം.